ഹായ്. ഇന്നും രാവിലെ ചേട്ടന് വണ്ടി ഓട്ടമൊന്നും ഇല്ലാതെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് ഞാൻ പുട്ട് അവിക്കാൻ വന്നപ്പോൾ അവർ പുട്ട് അവിക്കാമെന്ന് പറഞ്ഞു. അപ്പം പിള്ളേരോട് വെറുതെ ചോദിച്ചു, നിങ്ങൾക്ക് എന്തൊക്കെ കാപ്പി വേണമെന്ന്. അപ്പോൾ പിള്ളേർ പറഞ്ഞു, എനിക്ക് ഇടിയപ്പം, എനിക്ക് പൊറോട്ട ഇറച്ചി എന്നൊക്കെ പറഞ്ഞു. വെറുതെ പിള്ളേർക്കറിയാൻ കിട്ടൂല എന്ന്, ഉടായിപ്പാണ് പറയണത്, വെറുതെ ആണെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ എന്നെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ എച്ചി കൈ വെച്ച് പിള്ളേർ ദേഹത്ത് പിടിക്കും. അല്ലെങ്കിൽ വേറെ എന്തൊരു കയ്യിൽ അഴുക്കായിരുന്നാലും അത് വെച്ച് പിള്ളേർ ദേഹത്ത് പിടിക്കും. അവർക്കതൊരു കളി വിളായിട്ട് അങ്ങനെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ കുറേ പച്ചക്കറിയൊക്കെ അടക്കാമെന്ന് വിചാരിച്ച് കുറേ കീരയൊക്കെ അവിടെ വിത്ത് വിഴുന്നൊക്കെ പൊടിച്ച് കിടന്ന് അതിനെയൊക്കെ എടുത്ത് പയറും എടുത്ത് ഒരു ചെറിയ മുളക് തൈയാണ്, നിറയെ ഗുണ്ടു മുളകുകളുണ്ടായിരുന്നു. അതിനെയൊക്കെ കുറേ പറിച്ച് പിന്നെ കുറച്ച് മുട്ട കിട്ടി. അടുത്ത് പിന്നെ കുറച്ച് കീര തികയില്ലായിരുന്നു. അപ്പോൾ വേറെ ഒരിടത്തു നിന്ന് കൂടെ കുറേ കൂടെയൊക്കെ പറിച്ച് ഇറക്കി. അങ്ങനെ കീര അരിഞ്ഞ് വയ്ക്കുക. അമ്മ ഞാൻ കടയിൽ പോയിട്ട് വേണമെന്ന് പപ്പയുടെ കൂട്ടത്ത് കടയിൽ പോണതാണ്. പിന്നെ അങ്ങനെ ബാക്കി എല്ലാം അവളും കൂടെ സഹായിച്ച് വച്ച് തന്ന്. അവൾക്കാണെങ്കിൽ ഇവിടെ നിൽക്കാൻ മടിച്ചിട്ട് കുറേ നേരം നിന്ന് അടുത്ത മുകളിൽ ഇറങ്ങിയിരുന്നാണ് എല്ലാം പാചകം ചെയ്യണം. അങ്ങനെ ഞാൻ 2 ചീനിച്ചട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം കൊണ്ടേ വിചാരിച്ച് വാങ്ങണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് വാങ്ങി നടന്നത്. അതിനി വാങ്ങി വെച്ച്, പക്ഷേ ഇനി ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് എന്ന് വയ്ക്കൊക്കെ നടക്കണം. എനിക്കാണെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചാൽ ഉടനെ അതിനെ വയ്ക്കണം. വച്ചില്ലെങ്കിൽ അതിനൊരു നിമ്മതിയില്ല. എന്ന് തുണിയായാലും അതിനെ ഇട്ട് നോക്കണം. അതാണ് എൻ്റെ സ്വഭാവം. പിന്നെ ഇലയപ്പം ആവിച്ച് വൈകുന്നേരം ഇലയപ്പം ആവിക്കാൻ അടുപ്പിൽ വെച്ചിട്ട് എന്നെ വേവാൻ വിടുന്നില്ല. വെന്ത് കാണുന്നോ എന്തോ ബഹളമായിരുന്നു. ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണതല്ലേ, അതുകൊണ്ടാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ എടുത്തു വെച്ചത് ഓടി എടുത്തുകൊണ്ട് പോകണം. ബബ്ലുവും ചേട്ടനും കൂടി എടുത്തുകൊണ്ട് പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ ചേച്ചിക്കും കൊടുത്തു. അപ്പം നമ്മൾ ഈ ഇലയപ്പം ഉണ്ടാക്കിയ വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലിടാം. അപ്പം നമ്മൾ പോയി ഇലയപ്പം കഴിക്കട്ടെ. ടാറ്റ, ബൈ ബൈ.